പടത്തിൽ അത് കാണിച്ചിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് സൈഡ് വ്യൂവിൽ. സോ വീൽ ബേസ് ബി ആണെങ്കിൽ B/2 കൂടെ ആയിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഫ്രണ്ട് വീലിൽ നിന്നോ ബാക്ക് വീലിൽ നിന്നോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി വണ്ടിയുടെ നടുക്ക് കൂടെ ആയിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. W എന്ന് പറഞ്ഞാൽ mg, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് വിൽ ബി ഓൾവേസ് in this particular case we are assuming that the weight is acting exactly through the center. അപ്പോ നടുക്കൂടെ ആക്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി നടുക്കൂടെ ആക്ട് ചെയ്യുമ്പോൾ നാല് വീലിലും ഒരേ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അതായത് മൊത്തം വെയിറ്റ് mg അല്ലെങ്കിൽ W ആണെങ്കിൽ ഫ്രണ്ട് രണ്ട് വീലിലും കൂടെ അതിന്റെ പകുതി ആക്ട് ചെയ്യും, W/2 ആക്ട് ചെയ്യും. ബാക്കിലെ രണ്ട് വീൽസിലും കൂടെ W/2 ആക്ട് ചെയ്യും. അപ്പൊ ഫ്രണ്ടിലെ വീലില് രണ്ടിലും കൂടെ W/2 ആകുമ്പോൾ അതാണ് സൈഡ് വ്യൂവില് W/2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ റയർ വീലിലും W/2 മാർക്ക് ചെയ്തിട്ടുണ്ട്. റയർ വീൽ ആക്ച്വലി സൈഡ് വ്യൂവിൽ കാണിക്കുന്നത് രണ്ട് റയർ വീലുകളെയും രണ്ട് ഫ്രണ്ട് വീലുകളെയും ചേർത്താണ് ഈ വ്യൂവില് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് സിൻസ് ദി CG is at the center, ഈ W/2 ഫ്രണ്ടിലെ ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ഈക്വൽ ആയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുകൊണ്ട് ഫ്രണ്ടിലെയും ലെഫ്റ്റിലെയും റൈറ്റിലെയും വീലുകളുടെ വെയിറ്റ് ഈസ് അഗൈൻ W/4 W/4. സിമിലർ റയർ വീലിലും ടോട്ടൽ W/2 ആയതുകൊണ്ട് രണ്ട് വീലിലും താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് W/2 W/2. ഇങ്ങനെ when a force is acting in downward direction through the wheels, automatically from the ground the vehicle will get an equal and opposite reaction. That will be acting in vertically upward direction. So the reaction acting from the ground due to weight will be always in vertically upward direction in all the wheels. Here in front, rear and left, front left and right, it is in upward direction. Similar way in rear wheels also, it is in upward direction. In the plan diagram, actually, that means the left diagram, you can see that W/4 is acting on all the wheels, but in this diagram it is not possible to show the load acting from the bottom in upward direction. Vertically upward direction ആയിട്ട് കാണിക്കാൻ പറ്റില്ല. വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുന്നോട്ടുള്ള ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഡയഗ്രത്തിൽ ഇനി അടുത്ത സ്ലൈഡിലേക്കൊക്കെ പോകുന്ന ഡയഗ്രാംസില് അടുത്ത സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡയഗ്രാംസിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ W/4 4 കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഞാൻ ബാക്കിലേക്ക് താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് ഇറ്റ് ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പൊ ദിസ് ആക്ച്വലി ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് പ്യൂർലി എ വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സ് ഓൺ ഓൾ ദി ഫോർ വീൽസ്, ദാറ്റ് ഈസ് W/4. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് the vehicle is taking a turn towards left with v velocity along a rod of radius r. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ പോകുന്നത് v സ്പീഡിലാണ്. എന്നിട്ട് ഇറ്റ് ഈസ് ടേക്കിംഗ് എ ടേൺ ഓഫ് ക്യാപിറ്റൽ R റേഡിയസ്. അതായത് റോഡിന്റെ വളവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R റേഡിയസ് ആണ്. അതുകൊണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ടാകും. വീലുകൾ കറങ്ങുമ്പോൾ വീലുകളുടെ സ്പിൻ മോഷനും ഈ വണ്ടിയുടെ വളവിലുള്ള റോട്ടറി മോഷനും കാരണം വീലുകൾക്കും എഞ്ചിൻ പാർട്സിനും അല്ലെങ്കിൽ മോട്ടോറുകൾക്കും ഒക്കെ രണ്ട് തരം റോട്ടറി മോഷൻസ് ഉണ്ടാവും. സോ ഗൈറോസ്കോപ്പിക് കപ്പിളും ഉണ്ടാകും. ഫസ്റ്റ് നമുക്ക് വീലുകളുടെ ഗൈറോസ്കോപ്പിക് കപ്പിൾ കൺസിഡർ ചെയ്യാം. ഫോർ ദാറ്റ് we can move to the next slide. So you consider the wheels first. Here we are having RW as the radius of each wheel. That means radius of each road wheel is tire is RW. So why? When the vehicle is moving with V velocity, capital V velocity, the wheel angular speed will be V/RW. V/RW, where V is the speed of the vehicle or velocity of the vehicle and RW is the radius of road wheel. Okay, that is very clear because V is equal to R omega. അതിന്ന് തിരിച്ച് omega W equal to P/RW. That is the expression to find out the speed of rotation of each wheel when the vehicle is moving with the V velocity. Okay, but the engine will be actually connected to the wheels through some gearing. Gearing means there will be a gearbox, and in almost all vehicles, after the gearbox, there will be another part known as a differential. Inside the differential also, there will be a gear. So actually,
And in gearbox, actually, we can change the gear ratio. And in case of differential, the gear ratio is usually fixed. So, actually, the G in this slide represents the overall gear ratio. Overall gear ratio means gear ratio of gearbox multiplied by gear ratio of the differential. So, capital G is actually the product of gear ratio of gearbox and differential, or that is usually known as the overall gear ratio. That is nothing but engine speed by wheel speed. Usually in all vehicles, the engine speed by wheel speed is known as the overall gear ratio. So why? From the wheel speed we already calculated, we can calculate the engine speed. Engine speed will be so simply wheel speed into gear ratio. Okay, so these are the two important parameters we need to calculate the gyroscopic couple of wheels and engine. Now next is omega p. Omega p is the speed with which vehicle is precising. Precising means taking the turn. So along the rotary motion or spin motion of wheel and engine, the vehicle is executing a curved motion due to the motion along the curve. So if vehicle is moving with v velocity along a turn of capital R radius, this precision motion speed will be omega p is equal to v by r. That is the expression you can see here, omega p equal to v by r. Now, by knowing different parameters like mass moment of inertia of rotating parts of engine or motor and mass moment of inertia of each wheel, that is IW, we can calculate the corresponding gyroscopic couple or moment due to gyroscopes. The first expression, CGE, is actually showing the expression to calculate the gyroscopic couple on the gyroscopic couple due to simultaneous rotary motion of engine parts and related parts. So if IE is the mass moment of inertia of engine and related rotating parts, IE into omega E into omega P will give you the gyroscopic couple. So that is easy to calculate. Okay. Now, in the next equation, you can see that CGW, that means gyroscopic couple or moment due to rotation of wheels, is equal to 4 into IW, because here this is a car. So why there are 4 rotating wheels. If it is a truck with 6 wheels, you have to take 6 IW. If it is an auto rickshaw having only 3 wheels, instead of 4, you have to take 3 IW. Okay, so here this is actually a case of an example of a 4-wheeled vehicle. So why? 4 into IW. IW means mass moment of inertia of one road wheel into wheel speed or omega W into omega P. So these are the two equations to find out the gyroscopic couple due to engine and wheels. And since it is a front wheel drive engine, vehicle, or a vehicle with a transverse engine parallel to the axis of the wheels, we know that both will be actually rotating in the engine and wheels are rotating in the same direction or just in opposite direction. That means the vehicle, when the vehicle is moving forward, wheel will be always rotating in a forward direction only. But due to gearing, the engine may be rotating in opposite directions or maybe in the same direction as that of the wheels. But both are rotating in the same sense. That means same about almost the parallel axis. That means the wheels and engine are rotating in the same parallel axis. So why? If you consider the rotation of wheels, you can see that the vehicle is, when the vehicle is moving, the wheel will be rotating in a particular direction, as you know. So you take a pen with you and rotate its screw tip, or you take any screw and rotate it in forward direction as the wheel is moving. So if you rotate it, you can see that the screw will move towards left. That means you place the screw or pen. ഒരു പേന എടുത്തിട്ട് വീലിന്റെ ആക്സിസിന് അല്ലെങ്കിൽ എഞ്ചിന്റെ ആക്സിസിന് പാരലൽ ആയിട്ട് വെക്കുക. ഒരു പേന എടുത്തിട്ട് പേനയുടെ അറ്റത്ത് ടിപ്പില് സ്ക്രൂ ഉണ്ടാവണം, ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൂസൺ ചെയ്യാൻ പറ്റുന്ന സ്ക്രൂ ഉള്ള ഒരു പേന. എന്നിട്ട് നിങ്ങൾ വീല് കറക്കുന്ന ഡയറക്ഷനിൽ നിങ്ങൾ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീല് കറക്കുന്ന സെയിം ഡയറക്ഷനിൽ യു ട്രൈ ടു റൊട്ടേറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാം
അത് ഇടത്തേക്ക് പോകുന്നത് കാണാം. അതാണ് ഞാൻ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളർ ആരോ മാർക്ക്. നിങ്ങൾക്ക് കാണാം ഒരു വെക്ടർ ഡയഗ്രത്തിൽ ഓയിൽ തുടങ്ങുന്ന ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നു. അതാണ് വീലിന്റെയോ എഞ്ചിനിന്റെയോ സ്പിൻ വെക്ടർ കാണിക്കുന്നത്. ബട്ട് ഹിയർ അവർ വെഹിക്കിൾ ഇസ് ടേക്കിംഗ് എ ടേൺ ടുവേഴ്സ് ലെഫ്റ്റ്. വെഹിക്കിൾ ലെഫ്റ്റിലേക്ക് തിരിയുന്നതുകൊണ്ട് നിങ്ങൾ ആ കയ്യിലിരിക്കുന്ന പേനയും, കാരണം പേന വീലിന് ആക്സിസിന് പാരലാണല്ലോ, അതും യു ഹേവ് ടു ടിൽറ്റ് ടുവേഴ്സ് സ്ലൈറ്റ്ലി ടുവേഴ്സ് ലെഫ്റ്റ്. നിങ്ങൾ പേനയും കുറച്ച് ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യാം. എന്നിട്ട് ഈ സ്ക്രൂ വീണ്ടും കറക്കാൻ നിങ്ങൾക്ക് കാണാം. അത് കുറച്ച് ചരിഞ്ഞിട്ട് വീണ്ടും അത് അകത്തേക്ക് തന്നെ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തന്നെ പോകുന്നത് കാണാം. അതാണ് അവിടെ OX1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. ആ വെക്ടറിൽ തന്നെ ലെഫ്റ്റിലേക്ക് താഴേക്ക് പോകുന്ന ഡയഗ്രാം. അത് ആക്ച്വലി ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു ഡയഗ്രാം ഇത് ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റ് OX എന്ന് പറയുന്ന പാരലായിട്ടുള്ളത് വെഹിക്കിൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുമ്പോഴുള്ള സ്പിൻ വെക്ടർ. വെഹിക്കിൾ കുറച്ച് വളഞ്ഞു കഴിയുമ്പോൾ എഞ്ചിന്റെയോ വീലിന്റെയോ സ്പിൻ വെക്ടർ കുറച്ച് താഴേക്ക് പോകും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. അതുകൊണ്ട് ആക്റ്റീവ് കപ്പിൾ വിൽ ബി ഫ്രം ഫ്രണ്ട് ടുവേഴ്സ് റയർ സൈഡ്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കായിരിക്കും ഈ ആരോ മാർക്ക് പോകുന്നത്. നിങ്ങൾക്ക് അത് ആക്റ്റീവ് ഗയറോ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ആക്റ്റീവ് ഗയറോ. ഈ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് ആക്റ്റീവ് ഗയറോ. അത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ വണ്ടിയിൽ ഒരിക്കലും ആക്റ്റീവ് ഗയറോക്ക് യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ല. ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാകുന്നത് റിയാക്റ്റീവ് ഗയറോ കാരണമായിരിക്കും നമ്മുടെ വണ്ടിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യം റിയാക്റ്റീവ് ഗയറോ ആണ്. ഇവിടെ നമുക്ക് കാണാം റിയാക്റ്റീവ് ഗയറോ മുന്നിലേക്കാണ്. രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലെ ആരോ മാർക്ക്, ലെഫ്റ്റ് സൈഡിലെ പിങ്ക് കളർ ആരോ മാർക്ക്, അത് മുന്നിലേക്കാണ്. മുന്നിലേക്ക് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ആക്റ്റീവ് ഗയറോ ആക്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ വണ്ടിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അറിയാൻ വേണ്ടി നമുക്ക് വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. സോ ഈ സ്ലൈഡില് നമുക്ക് ഒരു സ്ക്രൂ ലെഫ്റ്റ് ബോട്ടത്തിൽ കാണാം. യു ക്യാൻ സി എ സ്ക്രൂ അറ്റ് ദി ലെഫ്റ്റ് ബോട്ടം ഓഫ് ദി സ്ലൈഡ്. അപ്പോൾ ആ ലെഫ്റ്റ് ബോട്ടത്തിൽ കാണുന്ന സ്ക്രൂവിനെ നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആക്റ്റീവ് ഗയറോ വണ്ടിയുടെ മുന്നോട്ടാണ്. വണ്ടിയുടെ മുന്നോട്ട്, അതാണ് ആ ഗ്രീൻ ആരോ മാർക്ക് അറ്റ് ദി ബോട്ടം കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഗ്രീൻ ആരോ മാർക്ക്, സ്ക്രൂവിന്റെ താഴെയുള്ള ഗ്രീൻ ആരോ മാർക്ക്, ദാറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റിംഗ് ദി ഓൾറെഡി മെൻഷൻഡ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പൊ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഡയറക്ഷൻ ആണ് മുന്നോട്ട്, വണ്ടിയുടെ മുന്നോട്ട്. അപ്പൊ നിങ്ങൾ വണ്ടിയുടെ മുന്നോട്ട് ഫേസ് ചെയ്ത് ഒരു പെന്ന് വയ്ക്കുക. വണ്ടിയുടെ മുന്നോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു പേന വയ്ക്കുക. പേനയുടെ സ്ക്രൂ ടൈപ്പ് ടിപ്പ് വണ്ടിയുടെ മുന്നോട്ട് ഇരിക്കണം. എന്നിട്ട് ആ ടിപ്പ് മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ ടിപ്പിനെ എങ്ങോട്ട് കറക്കണം നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളൊരു വണ്ടിക്ക് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അപ്പോ മൊബൈൽ ഫോണോ കാൽക്കുലേറ്റർ എടുത്ത് വണ്ടിയായിട്ട് കയ്യിൽ വെച്ചിട്ട് വണ്ടിക്ക് പാരലായിട്ട് ഫ്രണ്ടിലേക്ക് നിങ്ങളുടെ റിയാക്റ്റീവ് ഗൈറോയ്ക്ക് പകരം ഒരു പേന വയ്ക്കുക. റിയാക്റ്റീവ് ഗൈറോയ്ക്ക് പകരം ഒരു പേന വയ്ക്കുക. എന്നിട്ട് പേനയുടെ ആ ടിപ്പിനെ മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് കറക്കണമെന്ന് നോക്കാം. കാരണം നമുക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ വണ്ടിയുടെ മുന്നിലേക്കാണ്. അപ്പൊ വണ്ടിയുടെ മുന്നിലേക്ക് റിയാക്റ്റീവ് ഗൈറോ പോകണമെങ്കിൽ നിങ്ങൾ ആ പേന എങ്ങോട്ട് കറക്കണമെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം വണ്ടിയുടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടുണ്ടാകുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു കപ്പിൾ കൊടുത്താലായിരിക്കും നമ്മൾ പറയുന്ന റിയാക്റ്റീവ് ഗൈറോ ഉണ്ടാകുന്നത്. അത് ഈ പടത്തിൽ കാണാം. ആ സ്ക്രൂ ഡയഗ്രാം ലെഫ്റ്റിലെ ബോട്ടത്തിലുള്ള സ്ലൈഡിന്റെ ലെഫ്റ്റ് ബോട്ടത്തിലുള്ള സ്ക്രൂ diagram you can see if the reactive gyroscopic couple is in forward direction you have to give a clockwise moment is produced if you look from rear side of the vehicle. വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവും. അപ്പൊ വണ്ടി എങ്ങോട്ട് ടിൽറ്റ് ആകും? ക്ലോക്ക് വൈസ് ആയിട്ട് ടിൽറ്റ് ആവും. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് ടിൽറ്റ് ആവും എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് പ്രസ് ആകും. അല്ലെങ്കിൽ വണ്ടി ഇടത്തോട്ടാണല്ലോ തിരിയുന്നത്, ലെഫ്റ്റിലേക്ക് ടേൺ ആണല്ലോ എടുക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുക്കുന്നതുകൊണ്ട് റൈറ്റിലേക്ക് വണ്ടി ടിൽറ്റ് ആകും. കാരണം ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഈ വീലുകളുടെയും എഞ്ചിന്റെയും ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ആകും. റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ആയാൽ നമുക്കറിയാം റൈറ്റ് സൈഡിലെ വീലുകളുടെ റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ റൈറ്റ് സൈഡിലെ രണ്ട് വീലിലും വെയിറ്റ് അല്ലാതെ എക്സ്ട്രാ രണ്ട് റിയാക്ഷൻസ് വരും. പക്ഷെ ലെഫ്റ്റ് സൈഡ് കുറച്ച് പൊങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റിയാക്ഷൻ കുറയും. റിയാക്ഷൻ കുറയുന്നു എന്ന് കാണിക്കാൻ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ റിയാക്ഷനുകൾ കാണിച്ചിട്ടുണ്ട്. P/2 എന്ന് പറഞ്ഞ് താഴേക്ക്, ആക്ച്വലി താഴേക്കാണ് നമ്മുടെ ഈ ഡയഗ്രത്തിൽ താഴേക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോ P/2 അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് P/2 എന്ന് വേണമെങ്കിലും വിളിക്കാം. P/2 എന്ന് താഴേക്ക് രണ്ട് റിയാക്ഷൻ. ഇത് റൈറ്റിലേക്ക് വണ്ടി ടിൽറ്റ് ആയതുകൊണ്ട് P/2 എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ രണ്ട്
എക്സ്ട്രാ പോസിറ്റീവ് റിയാക്ഷനും വരും, വെയിറ്റിനോടൊപ്പം എക്സ്ട്രാ വരും. ലെഫ്റ്റ് സൈഡിന് വെയിറ്റിനെ മൈനസ് ചെയ്യത്തക്ക വിധത്തിൽ 2 p/2 വരും. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമുക്കറിയാം എഞ്ചിന്റെയും വീലിന്റെയും ഗൈറോസ്കോപ്പിക് കപ്പിൾ ടുഗദർ വി ആർ കൺസിഡറിംഗ്. എഞ്ചിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ is considered as CGE and that of wheel is considered as CGW. ഇനി എഞ്ചിനും വീലും ഇപ്പോ നമ്മൾ ഒരേ ഡയറക്ഷനിലാണ്, ഫോർവേഡ് ആയിട്ട് പോകുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ total will be CGE plus CGW. But if engine is rotating in opposite direction, then it will be the difference, CGE minus CGW. So depending upon the direction of the rotation of engine, maybe plus or minus. In most of the cases will be the rotating in the same direction. So in most of the practical cases, the total gyroscopic couple will be gyroscopic couple due to engine plus gyroscopic couple due to wheels. Now, as we already discussed, the reactive gyro is producing a clockwise moment if you look from the rear end. That means the vehicle will be tilted in outward direction. Here, since the vehicle is turning towards left, it will be tilted towards right. So why? Right side wheels will be subjected to more severe extra load, and that is named as P/2, P/2. So the right side P/2 and left side P/2 are actually acting in opposite direction. That means if you consider the front wheels, on right side a positive P/2, that means an upward reaction, and on left side, left front wheel, a downward reaction, negative P/2 is acting. So they together actually constitute a moment. P/2 and negative P/2 on left side constitute a moment. They are acting at a distance A. A means left center wheel, left center to right center wheel to wheel distance. That means center of left wheel to center right wheel, center to center distance is usually named as wheel track. Wheel track is represented here in our diagram as small a. Small a. Okay. So this P/2 and small P/2s on left and right are acting at a distance A. So the moment is P/2 into A. So if you consider the front and rear wheels, it will be total of 2 into P/2 into A, or simply P into A. So actually this moment is induced due to the development of reactive gyroscopic couple, and the reactive gyroscopic couple we already calculated as CG. So why we can equate CG to the 2 into P/2 into E. CG is the total gyroscopic couple due to wheel rotating elements and engine rotating elements. So that total CG will be balanced by the reaction from the wheels, that is P/2 on each wheel. That means on right side wheels it is positive P/2, and on left side wheels it is negative P/2. So P/2 into A will be at the front, and P/2A into A will be at the rear end. So the total will be 2 into P/2 into A. So actually from this what we are calculating is P, because we will be knowing the wheel track A. Wheel track means left to right distance, left leg wheel the center, right leg wheel the center തമ്മിലുള്ള distance നമുക്കറിയാം wheel track. നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, വീലിന്റെ എഞ്ചിന്റെയും പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് പി. ആ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വീലുകളിൽ കിട്ടുന്ന റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. അതിനാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണം ഓരോ വീലിലും എന്ത് റിയാക്ഷൻ ഉണ്ടാകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നൗ വി ആർ മൂവിങ് ടു ദി എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ along with weight and gyroscopic couple, centrifugal force is also acting. So if centrifugal forces are also acting, that will be always acting in radially outward direction. Since our vehicle is moving towards left, the centrifugal force will be towards right. That is marked as Fc. That will be always acting through the center. Since it is acting through the center, which is actually h above the small h above the ground, that you can see on the side view or right side diagram of your screen. So h is the height of CG above the ground. So Fc into h. Fc is mv square by r, where m is the total mass of the vehicle including the person sitting in the vehicle. So m into vehicle velocity square by radius of turn. That will give you the centrifugal force. That centrifugal force will be always acting through the
CG of the vehicle in radially outward direction. So FC into H will be a moment that is also actually tending to tilt the vehicle in outward direction. Here, since the vehicle is moving towards left, that moment or coupled, FC into H will be tilting the vehicle in outward direction. That means pressing the outer wheels. Here the outer wheels are right side wheels because vehicle is taking towards left. ഇവിടെ നമുക്ക് കാണാം വണ്ടി ഇടത്തോട്ട് തിരിയുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് തിരിയുന്നുണ്ട്. വണ്ടി ഔട്ടറിലേക്ക് പോകും. ഔട്ടർ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കാണ്. നിങ്ങൾ ടൂ വീലർ മനസ്സിൽ വെച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് കാറാണ്. പലരും ചിന്തിക്കുന്നത് ടൂ വീലർ ആയിരിക്കും. അതുകൊണ്ട് ആരും ടൂ വീലർ ചിന്തിച്ച് കളയരുത്. ഇത് കാർ അല്ലെങ്കിൽ ബസ് പോലെ ഉള്ള സാധനങ്ങൾ മനസ്സിൽ കാണുക. കാരണം വണ്ടി ഇടത്തോട്ട് തിരിയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ലോകത്ത് എന്ത് വണ്ടി ആയാലും അത് ടൂ വീലർ ആയാലും കാർ ആയാലും ലെഫ്റ്റിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ലെഫ്റ്റിലേക്ക് ഫോഴ്സ് ഉണ്ടായാൽ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഫോഴ്സ് ഔട്ടറിലേക്ക്, അതായത് റൈറ്റിലേക്ക് ഉണ്ടാവും. അപ്പൊ റൈറ്റിലേക്ക് ഫോഴ്സ് ഉണ്ടായാൽ moment will be a clockwise moment if you look from the rear end. So that will be tilting the vehicle towards right. അപ്പൊ വീണ്ടും വെഹിക്കിളിന്റെ റൈറ്റ് സൈഡിലെ വീലുകളിൽ റിയാക്ഷൻ കൂടും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാക്കിയ മൊമെന്റിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യപ്പെടും. കാരണം ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈ വണ്ടിയിൽ എങ്ങനെയായിരുന്നു? ഔട്ടർ വീൽ പ്രസ് ആക്കി. ഈ പർട്ടിക്കുലർ കേസിൽ റൈറ്റ് സൈഡ് വീൽസ് പ്രസ് ആക്കി. വണ്ടി റൈറ്റിലേക്കാണ് തിരിഞ്ഞിരുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് വീൽ പ്രസ് ആയ. പക്ഷെ ഇവിടെ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുന്നത് കാരണം റൈറ്റ് സൈഡ് വീലാണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണം പ്രസ്സായത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അതേ വീലുകൾ തന്നെ പ്രസ്സായി. അങ്ങനെ സെൻട്രിഫ്യൂഗൽ കപ്പിൾ കാരണം റൈറ്റ് സൈഡ് വീലുകളിൽ വീണ്ടും രണ്ട് എക്സ്ട്രാ മൊമെന്റ് ഫോഴ്സുകൾ ഉണ്ടായി. അതാണ് ഞാൻ ഫ്രണ്ട് വീലിൽ Q/2 എന്നും ബാക്ക് വീലിൽ Q/2 എന്നും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് Q/2 എന്ന് വിളിക്കുന്ന രണ്ട് ഓരോ എക്സ്ട്രാ ഫോഴ്സുകൾ ഉണ്ടായി. ഇതുപോലെ ലെഫ്റ്റ് പൊങ്ങുമല്ലോ, അല്ലെങ്കിൽ ഇന്നർ വീലുകൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും, പൊങ്ങി പോകണമെന്നല്ല, കുറച്ചൊന്ന് റിലീസ്ഡ് ആവും. അപ്പൊ റിലീസ്ഡ് ആവുമ്പോൾ അവിടുത്തെ ഫോഴ്സ് നെഗറ്റീവായി മാറും. അവിടെ അതാണ് താഴേക്ക് Q/2 കാണിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് താഴേക്ക് Q/2. അപ്പോ റൈറ്റിലെയും ലെഫ്റ്റിലെയും Q/2 തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ വീൽ ട്രാക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട് വീലിൽ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് Q/2 into A ആയിരിക്കും. ബാക്ക് വീലിലും Q/2 ആയിരിക്കും. അപ്പൊ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 2 into Q/2 into A. This moment is actually produced due to the effective presence of centrifugal couple. അപ്പൊ ഈ 2 into Q/2 into A എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ കപ്പിൾ കാരണം ഉണ്ടായതാണ്. അതുകൊണ്ട് യു ഇക്വേറ്റ് ഇറ്റ് ടു സെൻട്രിഫ്യൂഗൽ കപ്പിൾ mv²/r. അതാണ് ഈ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് ഇക്വേഷൻ. CC = 2 into Q/2 into A. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. When a vehicle with this kind of engine, transverse engine, moves along a car, outer wheels will be subjected to severe loading. ഔട്ടർ വീലുകളിലായിരിക്കും കൂടുതൽ ഫോഴ്സ് വരുന്നത്. ഔട്ടർ വീലുകൾ കൂടുതൽ പ്രസ് ആകും. അഥവാ പൊട്ടുന്നെങ്കിൽ, എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഈ വീലൊക്കെ ഹൈ സ്പീഡിൽ തിരിയുമ്പോൾ പൊട്ടുകയാണെങ്കിൽ അതേത് വീലേ പൊട്ടുള്ളൂ? അപ്പൊ ഈ എക്സാമ്പിളിൽ റൈറ്റ് സൈഡ് വീൽസ് പൊട്ടുള്ളൂ. എന്നാൽ ലെഫ്റ്റ് സൈഡ് വീലുകൾ പൊങ്ങാം. അതായത് ഈ അവിടെ നമുക്ക് കാണാം ടോട്ടൽ ലെഫ്റ്റ് സൈഡ് വീലുകളിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് W/4 മൈനസ് P/2 മൈനസ് Q/2 ആണ്. ഈ W/4 മൈനസ് P/2 മൈനസ് Q/2 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ വെഹിക്കിളിന്റെ മാക്സിമം സ്റ്റേബിൾ സ്പീഡായി. അതിൽ കൂടുതൽ ആ വളവിൽ തിരിയാൻ പാടില്ല. W/4 മൈനസ് P/2 മൈനസ് Q/2 0 ആയി എന്ന് പറഞ്ഞാൽ വീല് തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പറയപ്പെടാം. വീല് തൊട്ടില്ല. പക്ഷെ ഇതിന് മേളിലേക്ക് പോവുകയാണെങ്കിലോ, വണ്ടിയുടെ സ്പീഡ് ഇതിന് മേളിലേക്ക് പോവുകയാണെങ്കിൽ ഇതില് W/4 മാറില്ലല്ലോ. P/2 Q/2 നെഗറ്റീവ് ആണ്. അവന്മാർ രണ്ടുപേരും കൂടും. അപ്പൊ P/2 Q/2 കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി W/4 മൈനസ് P/2 മൈനസ് Q/2 ഒരു നെഗറ്റീവ് നമ്പർ ആയിരുന്നു. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ വീല് തറയിൽ തൊട്ടിട്ടില്ല, വീല് പൊങ്ങി, വണ്ടി മറിയും. അതായത് സ്റ്റെബിലിറ്റി ഇല്ലാതെ വണ്ടി ഔട്ടറിലേക്ക് മറിഞ്ഞു പോകും. ഇതാണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഓഫ് ദിസ് വെഹിക്കിൾ. ഓക്കെ, so that is all about stability of four-wheeler with a transverse engine. I think now we can go to questions. If you're having some doubts, you can ask questions. Yes, students. If you have any doubt, please ask. Sir, we have a question here. What is the definition of centrifugal force? Oh, actually, that they are studying their 8th standard. It's not actually the thing we have to discuss here. Okay, I will discuss it because when somebody is studying BTech, that he will be coming after schooling and +1, +2.
So they are studying all these in their 8th, 9th, 10th, and after that they are studying it in detail in their +2. But I will explain it. When some body is executing a rotary motion, a force will be acting in radially outward direction. That force which acts in radially outward direction is known as centrifugal force, and that will be always mr omega square. Mass radius of turn into omega square or mv square by r. And always when something is executing such a centrifugal force in the body, an equal and opposite reactive force will act, and that reactive force will be known as the centripetal force. So if you want to maintain the body in in rotary motion with centrifugal force, the body should provide an equal and opposite centripetal force. It takes a turn, couple are acting in radial outward direction. The friction will be actually here. Friction between rod and tires will be providing a force that is actually the force we can call as the centripetal. So here centripetal force is provided by the friction between rod and wheels. I think now it is clear. Okay, sir, thank you. We have another question. How can we know that gyro moment is acting towards front of the automobile? I think that person was not present for the previous session. Okay, sir. Again, I will explain. No. So for that, actually, we have to consider. Can you see the screen now? The PPT. So here, when the vehicle is moving forward, the wheel will be rotating forward, and when the wheel is rotating forward, and to get to know the direction, you place it parallel to the. 1 minute, I will take a pen. Can you see my video? Yes, sir, it's visible. Oh, so okay. I think the pen you can see. So look, here actually I'm having a pen with me, and when the vehicle is moving forward, you take a pen and place it parallel to the axis of your vehicle. Axis means axis of the wheel. Then you try to rotate the tip of the pen in the direction of rotation of the vehicle like this. You can see that it is moving towards left. That vector is moving towards left. Now that vector is shown here as OX vector. OX vector towards left. But when the vehicle turns towards left, the axis vehicle is tilted towards left. If you rotate the wheels again, it will be moving towards the direction of OX1. So the active gyro direction will be from X to X1, and when active gyroscopic couple is produced on the vehicle, a reactive couple will be produced, and reactive will be always opposite to the active, that is in forward direction. That is the left arrow mark you can see on the vector diagram in forward direction. Left arrow mark you can see in forward direction. So here reactive gyroscopic couple is in forward direction. Since it is in forward direction, you have to use the screw diagram on the bottom left bottom. So the reactive gyro is towards front. Since the reactive gyro is which direction, you have to rotate the screw. Actually, this is nothing but right hand screw rule. You place the vehicle facing it pointer towards front. That means the writing part towards front. പേനയുടെ എഴുതുന്ന ഭാഗം മുന്നോട്ട് വെക്കുക. എന്നിട്ട് പേനയുടെ ആ ടിപ്പിനെ നിങ്ങൾ തിരിച്ചു നോക്കുക. എങ്ങോട്ട് തിരിച്ചാൽ ഈ പേനയുടെ ടിപ്പ് മുന്നോട്ട് പോകുമെന്ന് നോക്കുക, ഇളകി വരുമെന്ന് നോക്കുക. പേനയുടെ ടിപ്പ് മുന്നിൽ വയ്ക്കുക, വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അത് മുന്നിലേക്ക്, ആ ടിപ്പ് മുന്നിലേക്ക് പോകണമെങ്കിൽ ആ ടിപ്പിനെ എങ്ങോട്ട് തിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അതിനെ മുന്നോട്ട് പോകണമെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് വണ്ടിയുടെ ബാക്കിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കേണ്ടി വരും. വണ്ടിയുടെ ബാക്കിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് പ്രസ് ആകും. അതായത് വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണം റൈറ്റ് സൈഡ് പ്രസ് ആകും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം റൈറ്റ് സൈഡ് പ്രസ് ആകും. I think now it is clear. Okay, sir, we have one more question. When the wheel rotates in clockwise direction,
will the vehicle have a tendency to move towards left when driving with changing the direction? When the vehicle is moving towards left or right? When the wheel rotate in clockwise direction, will the vehicle have a tendency to move towards left while driving without changing the steering direction? Question is quite long. Oh, okay, got it. Actually, if the vehicle is moving along a straight line path, the wheel is subject to only one rotary motion. So no gyroscopic couple is produced. That means when the vehicle is moving along a straight line, no gyroscopic couple is produced in any of the parts because all the parts are having only one rotary motion. One rotary motion means no gyroscopic couple. So no tendency to move towards left or right. Okay, so we have another doubt by someone who came very late. What is P by 2? P by 2 is actually the when the vehicle is taking a turn, the vehicle will be here. Actually, in our case, the gyroscopic couple will be pressing the right side wheel. When it presses the right side wheel, on right side wheel, some extra reaction is produced due to the tilt. Tilt is produced by the gyroscopic couple, and gyroscopic couple is tilting the vehicle in rightward direction. അപ്പോൾ റൈറ്റിലേക്ക് വണ്ടി ടിൽട്ട് ആകുമ്പോൾ റൈറ്റ് സൈഡിലെ വീലുകളിൽ രണ്ട് എക്സ്ട്രാ റിയാക്ഷൻ, ഓരോ എക്സ്ട്രാ റിയാക്ഷൻ ഉണ്ടാവും. റൈറ്റ് സൈഡിലെ വീലുകളിൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഞാൻ പി എന്ന് വിളിച്ചത്. പി എന്ന് റൈറ്റ് സൈഡിലെ രണ്ട് വീലിലും കൂടെ ഉണ്ടാകുന്നതിന് ഫ്രണ്ടിൽ ബി ബൈ 2 നടത്തും, റൈറ്റിൽ ബി ബൈ 2. Okay, and another question is like I didn't understand how it became negative P by 2. Stability of automobiles. Question is clear. Okay. Look, actually, അതിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. When the vehicle is taking a turn towards left, the gyroscopic couple is tending to tilt the vehicle towards right. വണ്ടിയെ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റ് വീല് പ്രസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് വീൽ എന്താകുന്നു, റിലാക്സ്ഡ് ആകും. ലെഫ്റ്റ് വീല് പൊങ്ങി പോകും എന്നല്ല, പൊങ്ങി പോകാം. ലെഫ്റ്റ് വീല് റിലാക്സ്ഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുന്നു? ലെഫ്റ്റ് വീലിലെ റിയാക്ഷൻ കുറയുന്നു. നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട, നിങ്ങളൊരു സീസോ മനസ്സിൽ കാണുക. സീസോയുടെ ഒരു എൻഡില് മാത്രം ആളിരിക്കുക, അപ്പൊ എന്ത് പറ്റും? ആ എൻഡ് താഴേക്ക് വരാം, അവിടെ വെയിറ്റ് കൂടുതൽ, മറ്റേ എൻഡ് പൊങ്ങിപ്പോകും. മറ്റേ എൻഡിൽ അതിന് നെഗറ്റീവ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിലെ പോസിറ്റീവ് പി ബൈ 2 വരുമ്പോൾ അതിന്റെ ഈക്വലന്റ് ഓപ്പോസിറ്റ് എഫക്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. അപ്പൊ അത് വെയിറ്റിന്റെ കമ്പണന്റ് ആയ W/4 നിന്ന് അത് കുറയ്ക്കപ്പെടും. അപ്പം ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ W/4 കിട്ടുന്നത് കിട്ടത്തില്ല. അപ്പൊ W/4 കിട്ടിക്കൊണ്ടിരുന്നതിന് പകരം we get only W/4 minus P by 2. I think now it is clear. Okay, sir. We can move on to the rest of the session. Okay. സ്ക്രീനിൽ ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ. Yes, it's clear. Okay. Now again it is a four-wheeler, but the difference is here the engine is not a transverse engine. Here the engine is an engine parallel to the vehicle. That means a longitudinally placed engine. Can you see it? A longitudinally placed engine. You can see such engines in a number of vehicles like most of the SUVs. Then cars like old Ambassador car, vehicles like Innova, then almost all SUVs, then buses with front engine and rear wheel drive. In all such vehicles, you can see engine like this with a propeller shaft moving from front to rear and going to the differential at the rear wheels. So now I am considering such a case, and again here the weight will be acting in downward direction, but in this case I am not considering a vehicle with weight at the center. Here I am assuming that weight is not acting at the center. That means here I am marking C as the distance of the CG from the front wheel. On the right side or side view, you can see the distance C marked from the center of the front wheel to the CG. So this C is actually not equal to B by 2. B means wheelbase. Wheelbase means front center to rear center distance. B by 2 കൂടുതലായിരിക്കാം C. So അതുകൊണ്ട് C is not acting to the center. CG സെന്ററിൽ അല്ലെങ്കിൽ എന്ത് പറ്റും? ഫ്രണ്ടിലെയും റെയറിലെയും വീലുകളിലെ സെയിം റിയാക്ഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ W/2 എന്നല്ല ഫ്രണ്ടിലും റൈറ്റിലും എഴുതിയിരിക്കുന്നത്. പകരം ഞാൻ വെറുതെ WF WR എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ആ WF-ന്റെ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും WF/2 ഓൺ ഫ്രണ്ട് വീൽസ്.
അതുപോലെ തന്നെ റയർ വീലിലെ WR-ന്റെ ഹാഫ് ആയിരിക്കും WR/2 on rear wheels. Now I will tell you how to get the WF and WR. For that you can use the basic fundamental concept you studied in your mechanics to calculate the support reactions in beams. Here you consider the vehicle on the side view as a beam subjected to W acting in downward direction and WF and WR acting in upward direction at front and rear wheels. Here, if you take moments about the rear wheel, that means you hold the beam or vehicle at rear wheel and then apply the remaining forces. Here, the forces are W acting through the CG and WF acting through the front wheel as reaction. Here, W is, there is a mistake in this slide. You consider the distance C as distance from the rear wheel. Okay, you take the distance C as distance from the rear wheel instead of distance from the front wheel. It is marked wrongly in my diagram. So you take it as C as distance of the CG from the rear wheel. So if you take moment about the rear wheel, it will be W into C. Am I right? It will be W into C, and that will be acting in a particular direction, maybe an anti-clockwise moment. But at the same time, WF, which is at a distance B from the rear wheel, will be producing a moment equal to WF into B, that is acting in opposite direction. So we will get the equation W into C equal to WF into B. WF into B. From that, you can calculate WF. WF is equal to W into C by B, where C is the distance of the CG from the rear wheel. Okay, പടത്തിൽ കാണുന്നതല്ല, rear wheel in the CG വരെയുള്ള distance ആണ് C. So that is W into C by B. Now, WR we can calculate by knowing the total weight, because if you calculate WF, total load on reaction on front wheels, you subtract it from the total weight, that will give you the reaction on the rear wheel. Now the total reaction on front wheel is taken as WF. So for each wheel, each front wheel, it will be WF/2, and for each rear wheel it is WR/2, WR/2. Now here we have to consider the gyroscopic couple of wheel and engine separately, because wheel and engine are not rotating in the same direction. So if first I am considering the effect of gyroscopic couple due to wheels or the four wheels. അപ്പം കാരണം ഇവിടെ എഞ്ചിനും വീലും ഒരേ ഡയറക്ഷനിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആണ്, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനുകളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വി ആർ കൺസിഡറിങ് വീൽസ്. Here again, wheels are rotating forward and arrow mark will be towards left. You will get OX, and since the vehicle is turning towards left, you will get OX1 as the second arrow mark. So the gyroscopic active gyro will be towards the right side due to wheels, and reactive will be towards front. പഴയതുപോലെ തന്നെയാണ്, പഴയ കേസിലെ പോലെ തന്നെയാണ്. റിയാക്റ്റീവ് ഗൈറോ മുന്നിലേക്ക് പോകുന്നു. റിയാക്റ്റീവ് ഗൈറോ മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അത് താഴത്തെ സ്ക്രൂ ഡയഗ്രത്തിൽ കാണാം. If you rotate in clockwise direction, the vehicle will be tilted out. പുറത്തേക്ക് tilt ആകും. ഔട്ട്വേർഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ വണ്ടി ഇവിടെ ലെഫ്റ്റിലേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ വണ്ടി ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് tilt ആകും. അതുപോലെ പഴയതുപോലെ തന്നെയാണ് ഈ വീലിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ. കാരണം ഇവിടെ ഞാൻ വീലിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നേരത്തെ കേസിലെ വീലിന്റെ എഞ്ചിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾസ് ആഡ് ചെയ്തു. ഇവിടെ 4IW, ωW, ωP മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡ്യൂ ടു ദിസ് ഗൈറോസ്കോപ്പിക് കപ്പിൾ വെഹിക്കിൾ വിൽ ബി tilted. അങ്ങനെ വണ്ടി ടിൽറ്റ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ രണ്ടും കൂടെ P, അതായത് P/2, ലെഫ്റ്റ് സൈഡ് നേരത്തെ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആകുന്നു. അപ്പോൾ അവിടെ -P/2. അപ്പോൾ അതുകൊണ്ട് ദീസ് P/2s ആർ അറ്റ് എ ഡിസ്റ്റൻസ് A, ട്രാക്ക് ഡിസ്റ്റൻസ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലെ പോസിറ്റീവ് P/2, ലെഫ്റ്റ് സൈഡിലെ പോസിറ്റീവ് P/2, they are acting at a distance A. So the moment due to the forces will be reactive forces, P/2 അത് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളതുകൊണ്ട് simply it is 2 into P/2. And this is caused by the gyroscopic couple of wheels. അപ്പം ഇതാണ് വീലിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്ട്. Now I am moving to the effect of gyro due to engine rotating elements. Engine rotating elements കറങ്ങുന്നത് വീലിന്റെ ഡയറക്ഷൻ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റേതിന്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. We have to consider them separate. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന എഞ്ചിൻ ഇങ്ങനെയാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് കാണാം. That means if you look from the front of the vehicle, the engine is rotating in clockwise direction.
അല്ലെങ്കിൽ തിരിച്ച് വേറെ രീതിയിൽ പറയാം, ഇഫ് യു ലുക്ക് ഫ്രം ദി റയർ, the engine is rotating in engine and all related components including propeller shaft, they are rotating in anti-clockwise direction. That you can see on this screw diagram. This particular case, when the engine is rotating, the spin vector of the engine rotating elements will be moving backward. താഴേക്ക് പോകും, ബാക്കിലേക്കാണത്. അപ്പൊ ബാക്കിലേക്ക് പോകുന്നു, എന്നിട്ട് നമ്മുടെ വണ്ടി എങ്ങോട്ട് തിരിയുന്നു? It is turning towards left. Since the vehicle is turning towards left, നിങ്ങൾ ഈ സ്ക്രൂവിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് tilt ചെയ്യും, you will get an arrow mark like this. OX പ്രൈം ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ആ OX പ്രൈം എന്ന് കാണുന്നത് പോലുള്ള റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന ഒരു ആരോ മാർക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആക്റ്റീവ് ഗയറോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഫ്രം ലെഫ്റ്റ് ടുവേഴ്സ് റൈറ്റ്. ആക്റ്റീവ് ഗയറോ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതിന്റെ താഴെ വി ക്യാൻ സീ ദി റിയാക്റ്റീവ് ഗയറോ ടുവേഴ്സ് ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റിയാക്റ്റീവ് ഗയറോ കാണാം. അപ്പോ റിയാക്റ്റീവ് ഗയറോ ലെഫ്റ്റിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് റൊട്ടേറ്റിംഗ് കമ്പോണൻസ്, റിലേറ്റഡ് റൊട്ടേറ്റിംഗ് കമ്പോണൻസ് കാരണം റിയാക്റ്റീവ് ഗയർ ലെഫ്റ്റിലേക്കാണ്. അപ്പൊ റിയാക്റ്റീവ് ഗയർ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ആ തൊട്ടടുത്തുള്ള സ്ക്രൂ റൂളിൽ നിന്ന് കാണാം, അത് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ, അതായത് ആ ഗ്രീൻ ആരോ മാർക്ക് ഉണ്ടോ ലെഫ്റ്റിലേക്ക്, ആ ലെഫ്റ്റിലേക്ക് അത് പോകണമെങ്കിൽ യു ഹാവ് ടു റൊട്ടേറ്റ് ദി സ്ക്രൂ ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. അതായത് ക്ലോക്ക്വൈസ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പ്രസ് ആകും, ബാക്ക് പോകും. യു ക്യാൻ സീ ദാറ്റ് ദി ഫ്രണ്ട് വീൽസ് ഗെറ്റ്സ് പ്രസ്ഡ് ആൻഡ് റയർ വീൽസ് വിൽ ബി സ്ലൈറ്റ്ലി ലിഫ്റ്റഡ് due to the gyroscopic couple of engine and its െങ്കില് അങ്ങനത്തെ ഒരു വണ്ടി ആയിരുന്നെങ്കിൽ തിരിച്ചായനെ ഫ്രണ്ട് വീല് പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ ഫ്രണ്ട് നോക്കുമ്പോൾ ക്ലോക്ക്വൈസ് ആയിട്ട് കറങ്ങുന്നുണ്ട്, ലേക്ക് തിരിയുന്നുണ്ട്. ഫ്രണ്ട് വീൽസ് engine and wheel gyroscopic couples along with the weight. Now one more is there due to centrifugal force. That is on the next slide. Excuse me, sir. We have 5 minutes. Yes. Okay, no problem. So if you consider this diagram, you can see that centrifugal force is acting towards the right. As we already discussed, since centrifugal force is towards right, since the vehicle is turning towards left, that will be producing a moment through the CG towards left. അതും അപ്പൊ എന്ത് തന്നെ ഉണ്ടാക്കുന്നു? ക്ലോക്ക്വൈസ് ആയിട്ടുള്ള ഒരു ടിൽറ്റ് തന്നെ ഉണ്ടാക്കുന്നു. വണ്ടിയുടെ റൈറ്റ് സൈഡ് പ്രസ് ആകുന്നു. When the vehicle right side is pressed, അവിടെ എക്സ്ട്രാ റിയാക്ഷൻ വരും. അതാണ് ഞാൻ റെഡ് കളറിലെ Q/2 മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് റൈറ്റ് സൈഡിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. അത് പഴയതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഫ്രണ്ട് വീല് നിങ്ങൾ നോക്കിയാൽ കാണാം, റൈറ്റ് ഫ്രണ്ട് എല്ലാ റിയാക്ഷൻസും പോസിറ്റീവാണ്. അപ്പൊ ഈ വെഹിക്കിൾ വെൻ ടേക്സ് എ ടേൺ ടുവേഴ്സ് ലെഫ്റ്റ്, റൈറ്റ് ഫ്രണ്ട് വീൽ വിൽ ബി സിവിയർലി ലോഡഡ്. അതായത് എക്സ്പ്ലോഷൻ നടക്കുകയാണെങ്കിൽ ഫ്രണ്ട് റൈറ്റ് വീൽ ആയിരിക്കും. അതേസമയം നിങ്ങൾ ലെഫ്റ്റ് ബാക്ക് വീൽ ഒന്ന് നോക്കൂ, WR/2 മാത്രം പോസിറ്റീവും, P/2, F/2, Q/2, അതായത് ഗൈറോസ്കോപ്പിക് കപ്പിൾ വീലിൻ്റെത് കാരണമുള്ള ഫോഴ്സും എഞ്ചിന്റെ കാരണമുള്ള ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമുള്ള ഫോഴ്സും ഇതെല്ലാം നെഗറ്റീവ് എഫക്റ്റ് ആണ് ബാക്കിലെ ലെഫ്റ്റ് വീലില് ഉണ്ടാകുന്നത്. അപ്പൊ അഥവാ ഈ വണ്ടി വളവ് തിരിയുമ്പോൾ പൊങ്ങണമെങ്കിൽ ബാക്കിലെ ലെഫ്റ്റ് വീലായിരിക്കും ആദ്യം പോകും. ലെഫ്റ്റ് സൈഡ് മൊത്തത്തിലല്ല പോകുന്നത്, ബാക്കിലെ ലെഫ്റ്റ് വീലായിരിക്കും. ഇതായിരുന്നു സ്റ്റെബിലിറ്റി ഓഫ് ഓട്ടോമൊബൈൽസ്, ഫോർ വീലേഴ്സ്. ഐ തിങ്ക് ഐ ഹാവിംഗ് വൺ മോർ തിങ്, ബട്ട് സമയം കുറവാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ടു വീലർ സ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ട്, പക്ഷെ അതിനെന്തായാലും ഇപ്പോ ഇന്നത്തെ സെഷനിൽ സമയമില്ല. നൗ യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Okay, sir. And student has asked, in case of a performance impact, which couple is more significant, gyroscopic or centrifugal? No, question is not clear. Can you read once more?
In case of a performance vehicle, which puppy is more significant? Gyroscopic or centrifugal? Question second part എനിക്ക് clear ആയിട്ട് കേൾക്കാം. In case of performance vehicles, Which is more significant? Gyroscopic or centrifugal? oh, okay. If the vehicle speed is very large with low mass moment of inertia, wheels and engine components, centrifugal force will be more active because centrifugal force is produced due to the vehicle mass. It is mv square by r. So with the v, it is increasing a square of v, mv square by r. So the effect is more for the centrifugal force compared with gyroscopic couple. For any vehicle, so always the stability will be mainly decided by the centrifugal force. And if the CG is at a distance very less from the bottom, that means if h is small, h എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി കുഞ്ഞാണെങ്കിൽ stability will be more. ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം എസ് യു വി പോലുള്ള വെഹിക്കിൾസിനൊക്കെ എച്ച് കൂടുതലാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്പം അത്രയും ഹൈറ്റിലേക്ക് ആക്കിയപ്പോൾ അത് ടിൽറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് വണ്ടിക്ക് ഈ വളവ് തിരിയുമ്പോൾ വണ്ടികൾക്ക് ടിൽറ്റും കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവുമായിരിക്കും അത്തരം വെഹിക്കിൾസിന്. അതുകൊണ്ടാണ് നമ്മുടെ പെർഫോമൻസ് കാറുകളിലെല്ലാം എപ്പോഴും താഴ്ത്തി വെക്കുന്നത്. ഓക്കെ. Okay, fine. So another question is, why does WF become WF by 2 and WR become WR by 2? Actually, here the weight is not equally distributed because the seat is not at the center. So why at the front wheels one force is active, that is we already calculated and calculated as WF. WF is the total force on the two front wheels. It is actually total force on the two front wheels. So why on each wheel it will be WF by 2. Similar way, total force on rear wheel is WR. That means ബാക്കിലെ രണ്ട് വീലിലും കൂടെയാണ് WR. അതിന്റെ പകുതിയാണ് WR by 2, WR by 2. Okay. Okay, fine, sir. Last question is, can we expect on theoretical paper or questions paper? Mathematical questions or theoretical paper for the examination? Clear ആയില്ല question. Which type of questions can we expect for exam? In spite of voice cut ആവുന്നു കേട്ടോ. Voice cut ആവുന്നു. Which type of questions can we expect for exam? Theoretical or questions? Mathematical. എക്സാം ഏത് ചോദിക്കുന്നതാണോ ക്വസ്റ്റ്യൻ? അതെ. ഈ ഇന്ന് പഠിച്ചത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത സെഷൻ കിട്ടുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അടുത്ത സെഷൻ കിട്ടുകയാണെങ്കിൽ Okay, thank you, sir. Yes, Okay, the thank you. questions will be sent through offline mode. Thank you, sir, for your support. It was a useful session. Thank you, sir. Okay, thank you all.